64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ അരങ്ങുണരും. 25 വേദികളിലായി 249 മത്സര ഇനങ്ങളാണ് അരങ്ങേറുന്നത്. 15,000-ഓളം വരുന്ന കലാകാരന്മാർ മാറ്റുരയ്ക്കും. കലോത്സവത്തിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇപ്പോൾ സ്വർണ്ണക്കപ്പ് പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, ഏതായാലും വലിയ തരത്തിലുള്ള ഒരു ആഘോഷ ലഹരിയിലാണ് പൂര നിവാസികൾ. എന്താണ് സ്വർണ്ണക്കപ്പ് തേക്കിൻകാടേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി? എന്താണ് വിവരങ്ങൾ? 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ അരങ്ങുണരും. ഇപ്പോൾ കലോത്സവത്തിനുള്ള സ്വർണ്ണക്കപ്പ് CMS സ്കൂളിൽ നിന്ന് ഇപ്പോൾ തേക്കിൻകാട് മൈതാനിയിലേക്ക്, പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനിയിലേക്ക് കൊണ്ടുപോവുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. അതോടൊപ്പം തന്നെ മന്ത്രി കെ രാജൻ അടക്കമുള്ള മന്ത്രിമാർ കലോത്സവ നഗരിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയുള്ള 5 ദിവസങ്ങൾ, നാളെ മുതലുള്ള 5 ദിവസങ്ങൾ അക്ഷരാർത്ഥത്തിൽ തന്നെ തൃശ്ശൂർ കലാനഗരിയായി മാറുകയും ചെയ്യും. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമായ സ്കൂൾ കലോത്സവത്തിൽ 15,000-ലധികം കലാകാരന്മാരും കലാകാരികളുമാണ് മാറ്റുരയ്ക്കുകയും ചെയ്യുന്നത്. ലോകത്തിന് ആകെ തന്നെ മാതൃകയായി മാറുന്ന തരത്തിലുള്ള മെച്ചപ്പെട്ട സംഘാടനം മുൻ വർഷങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്. പരാതികളില്ലാത്ത ഒരു കലോത്സവമാണ് മുൻ വർഷങ്ങളിലും കണ്ടത്. സമാനമായ രീതിയിൽ തന്നെ മികച്ച സംഘാടനം, പരാതികളില്ലാത്ത ഒരു മേളയായി തന്നെ ഇത് മാറും എന്ന കാര്യത്തിലും സംശയമില്ല. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, ഏതായാലും തേക്കിൻകാട് മൈതാനിയിലേക്ക് സ്വർണ്ണക്കപ്പ് എത്തിക്കഴിയുമ്പോൾ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ തന്നെ പൂരനഗരി കലോത്സവ നഗരിയായി മാറുകയാണ്. എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കലാപൂരത്തിൻ്റെ വിശേഷങ്ങൾ? സിജു, ഇത്തരത്തിൽ സ്വർണ്ണക്കപ്പുമേന്തിയുള്ള ഘോഷയാത്ര മുഖ്യവേദിയായിട്ടുള്ള തേക്കിൻകാട് മൈതാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി കുട്ടികളാണ് വിവിധ കലാരൂപങ്ങൾ അണിഞ്ഞുകൊണ്ട് ഇവർ ഘോഷയാത്രയ്ക്ക് പുറകിൽ വലിയ സജ്ജമായിക്കൊണ്ട് യാത്ര നടത്തുന്നത്. അതുപോലെ തന്നെ പുലിക്കളിയുണ്ട്, വാദ്യമേള ഘോഷങ്ങളുണ്ട്. അങ്ങനെ എല്ലാവിധ ഒരുക്കങ്ങളുടെയും ഈ മുഖ്യവേദിയിലേക്ക് സ്വർണ്ണക്കപ്പിൻ്റെ യാത്ര എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായും നാളെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ അരങ്ങുണരും എന്നുള്ളതാണ്. വലിയ ആഘോഷത്തോടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് നാളെ തൃശ്ശൂർ നഗരം ഈ കലോത്സവത്തിനെ ഏറ്റെടുക്കും അല്ലെങ്കിൽ വരവേൽക്കും എന്നുള്ളതാണ്. രാവിലെ പതാക ഉയരുന്നതോടെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔപചാരിക തുടക്കമാകും. തുടർന്ന് രാവിലെ 10 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിൽ ഈ മുഖ്യവേദിയായിട്ടുള്ള തേക്കിൻകാട് മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി 5 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു ആഘോഷത്തിന് അല്ലെങ്കിൽ ഒരു കലാമാമാങ്കത്തിന് തന്നെ തുടക്കം കുറിക്കും. നിരവധി ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. അവർക്കുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും KSRTC വഴിയും അതല്ലെങ്കിൽ ട്രെയിൻ ഗതാഗതം വഴിയും എത്തുന്ന കുട്ടികളെയൊക്കെ ഉച്ചയ്ക്ക് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി കുട്ടികൾക്ക് വേണ്ട താമസ സൗകര്യങ്ങൾ ഉൾപ്പെടെയെല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞു. രാത്രിയോടുകൂടി ഇവിടുത്തെ പ്രകാശ ദീപാലങ്കാരങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. വലിയ രീതിയിൽ എല്ലാ വഴികളിലും ഇടവഴികളിലും ഒക്കെ തന്നെയും പ്രകാശ ദീപാലങ്കാരങ്ങളൊക്കെ അണിയിച്ചുകൊണ്ടായിരിക്കും കലോത്സവത്തെ തൃശ്ശൂർ നഗരം ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ നമുക്ക് പുറകിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഈ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂർ കരുതി വെച്ചിട്ടുണ്ടോ? സിജു, നിലവിൽ അങ്ങനെ ഒരു ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വലിയ സവിശേഷതയുള്ള ഒന്നും തന്നെയില്ല. എങ്കിൽ പോലും തൃശ്ശൂരിൻ്റെ പൈതൃകങ്ങൾ, അതായത് നമുക്കറിയാം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക പൈതൃകങ്ങളിൽ ഒന്നാണ് പൂരം. ആ പൂരത്തിൻ്റെ പെരുമ തന്നെ അണിയിച്ചൊരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് അടിസ്ഥാനമാക്കി തന്നെയാണ് നാളെ അത്തരത്തിലൊരു വലിയ പ്രൗഢഗംഭീരമായിട്ടുള്ള ചടങ്ങ് തന്നെയാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരിൻ്റെ പൂരപ്പെരുമ കാണിച്ചുകൊണ്ടുള്ള പ്രധാനമായിട്ടുള്ള ഈ ഇലഞ്ഞിത്തറമേളം, അതുപോലെ തന്നെ 64 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കൂടമാറ്റം തുടങ്ങി തൃശ്ശൂരിൻ്റെ പൂരത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള വലിയ ആഘോഷങ്ങൾ തന്നെയാണ് നടക്കുന്നത്. സിജു.